വിവാദമായ കിളിരൂർ പീഡന കേസിലെ ഇര ഷാരി എസ് നായർ മരിച്ചിട്ട് ഇന്ന് 10 വർഷം തികയുന്നു. മകൾ മരിച്ച് ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അർഹിച്ച നീതി ലഭിച്ചില്ലെന്നാരോപിച്ച അച്ഛൻ സുരേന്ദ്രൻ നായർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേസിലെ VIP ആരെന്ന് VS ഇനിയെങ്കിലും വെളിപ്പെടുത്തണമെന്ന് ഷാരിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. അഭിനയമോഹത്തിന് ജീവിതം വില നൽകി ഷാരി എസ് നായർ എന്ന 18-കാരി മരണത്തിന് കീഴടങ്ങിയിട്ട് ഇന്ന് 10 വർഷം. അന്വേഷണ ഏജൻസികൾ മാറി മാറി വന്നിട്ടും ഷാരിക്ക് നീതി ലഭിച്ചില്ലെന്ന് അച്ഛൻ സുരേന്ദ്രൻ നായരും അമ്മ ശ്രീദേവിയും ഉറച്ചു വിശ്വസിക്കുന്നു. കേസിൽ CBI അട്ടിമറി നടത്തി. പ്രതികളായ 6 പേർക്കും 10 വർഷം വീതം ശിക്ഷ ലഭിച്ച വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പറഞ്ഞ CBI ഇതിന് തയ്യാറാകാത്തത് ദുരൂഹമാണ്. ഷാരിയുടെ മരണകാരണം അന്വേഷിക്കണമെന്ന ആവശ്യവും CBI നിരസിക്കുകയായിരുന്നു. സഹായത്തിനായി എത്തിയ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകാൻ ഷാരിയുടെ മരണത്തെ ഉപയോഗിച്ചതായും സുരേന്ദ്രൻ നായർ ആരോപിച്ചു. കേസിൻ്റെ അവസ്ഥ പ്രതികളെല്ലാം CBI കോടതി 10 വർഷത്തേക്ക് ശിക്ഷിച്ചു. പക്ഷേ 27 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഹൈക്കോടതി പോയി ജാമ്യം എടുത്ത് ഇപ്പോൾ വെളിയിലാണ്. പിന്നെ മോളുടെ മരണ കാരണം ഇന്നുവരെ അന്വേഷിച്ചിട്ടില്ല. ആ കാരണം ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇതിൻ്റെ പ്രതികളെ കണ്ടെത്തണമെന്നാണ് മെയിനായിട്ടുള്ള ആവശ്യം. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ ഉന്നതരായ രാഷ്ട്രീയക്കാരും സാമ്പത്തിക സ്രോതസ്സുകളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഷാരിയുടെ മരണകാരണം അന്വേഷിക്കുക, കേസ് നടത്തിപ്പ് വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സുരേന്ദ്രൻ നായർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തും. 10 വർഷം തടവ് ലഭിച്ചവർ 27 ദിവസം മാത്രം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയതിൽ ഉന്നത സ്വാധീനമാണുള്ളത്. എങ്കിലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരാൻ തന്നെയാണ് സുരേന്ദ്രൻ നായരുടെ തീരുമാനം. റിപ്പോർട്ടർ, കോട്ടയം.